കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രൂപീകൃതമായ നൈജീരിയയിലെ കച്ചിന കത്തോലിക്ക രൂപതയിൽ ഈസ്റ്ററിനോട് അനുബന്ധിച്ച് പുതുതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചത് 700-ലധികം പേർ. രൂപതയുടെ ആദ്യമായുള്ള ഈസ്റ്റർ ആഘോഷത്തിനിടെ ഇത്രയധികം പേർ വിശ്വാസത്തിലേക്ക് വന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജെറാൾഡ് മാമൻ മൂസ പറഞ്ഞു. ക്രൈസ്തവർക്കു നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇത്രയധികം പേർ മാമോദിസ സ്വീകരിച്ചത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. രൂപത എന്ന നിലയിൽ തങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കിടയിലും 700-ലധികം പേർ മാമോദിസ സ്വീകരിച്ചു എന്നത് ദൈവം ഇപ്പോഴും പ്രവർത്തന നിരതനാണ് എന്നതിന്റെ അടയാളമാണെന്നും വരും നാളുകളിൽ കൂടുതൽ ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ ഇത് ഇടയാക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്ത് ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇതിനകം ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നോമ്പുകാലത്ത് കച്ചിന സംസ്ഥാനത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. പലായനം ചെയ്തവർക്ക് തിരികെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ക്രൈസ്തവ വിരുദ്ധ പീഡനവും ആക്രമണങ്ങളും രൂക്ഷമായ നൈജീരിയയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഇത്തരം വാർത്തകൾ.